നമസ്കാരം. ആർക്കും വൈസ് ചാൻസലർ ആകാമോ? UGCയുടെ കരട് റെഗുലേഷൻ 2025 പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ പറയുന്ന നിർദ്ദേശം അനുസരിച്ചിട്ട് 3 പ്രധാനപ്പെട്ട കാറ്റഗറികളാണ് പറയുന്നത്. വൈസ് ചാൻസലർ ആവാനുള്ള യോഗ്യതയ്ക്ക് ഒന്നുകിൽ 10 വർഷം പ്രൊഫസറായി ഒരു സർവകലാശാലയിൽ ജോലി ചെയ്യുക, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പോളിസി മേക്കിംഗ് ഓർഗനൈസേഷൻസിൽ ജോലി ഉണ്ടായിരിക്കുക, സീനിയർ ആയിട്ടുള്ള തസ്തികകളിൽ ജോലി ചെയ്യുക, അതുമല്ലെങ്കിൽ വ്യാവസായിക മേഖലകളടക്കമുള്ള മറ്റു മേഖലകളിലെ സീനിയർ ആയിട്ടുള്ള പൊസിഷൻസിലുള്ളവർ, ഇവർക്കൊക്കെ വൈസ് ചാൻസലർ ആവാം എന്നുള്ള ഒരു നിർദ്ദേശമാണ് UGCയുടെ കരട് നിർദ്ദേശത്തിലുള്ളത്, കരട് റെഗുലേഷനിലുള്ളത്. ഇത് വലിയ തർക്കങ്ങൾക്കും വലിയ ചർച്ചകൾക്കും ഒക്കെ ഇടം നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ഇതിനു മുൻപ് ചെയ്തിരുന്നു. പക്ഷേ പലരും ചോദിക്കുകയുണ്ടായി അതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം എന്തുകൊണ്ടാണ് ആ വീഡിയോയിൽ ഉൾപ്പെടുത്താഞ്ഞതെന്ന്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ അതിനെക്കുറിച്ച് സംബന്ധിക്കുന്ന ഒരു അഭിപ്രായം പറയാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥ യോഗ്യതയുള്ള ആൾ, എൻ്റെ ഉത്തരം ഒരു അക്കാഡമിക് ആണ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആവാനുള്ള യഥാർത്ഥ യോഗ്യതയുള്ള ആൾ എന്ന് തന്നെയാണ്. പക്ഷെ ഞാൻ ഒരു ചോദ്യം അതോടനുബന്ധിച്ച് ചോദിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ആരാണ് ഒരു യഥാർത്ഥ അക്കാഡമിക്? 10 വർഷം സർവീസ് ഉള്ള ഒരു പ്രൊഫസർ അക്കാഡമിക്കായി ഓട്ടോമാറ്റിക്കലി മാറുമോ? ഒരു അക്കാഡമിക് എന്നാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ബൗദ്ധികവും വൈജ്ഞാനികവുമായിട്ടുള്ള പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന, ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന, ജീവിത മാർഗത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരെയും അക്കാഡമിക് എന്ന് വിളിക്കാം എന്ന് തോന്നുന്നു. വൈജ്ഞാനികതയാവണം അവരുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പ്രധാനപ്പെട്ട ഉപാധിയായി മാറേണ്ടത്. അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലും അവരുടെ ജോലിയുടെ സ്വഭാവവും വൈജ്ഞാനികതയായിരിക്കണം. അങ്ങനെയുള്ളവരെ നമുക്ക് അധ്യാപകർ, അക്കാഡമിക്കുകൾ എന്ന് വിളിക്കാം. എല്ലാ പ്രൊഫസർമാരും, എല്ലാ കോളേജ് അധ്യാപകരും, എല്ലാ യൂണിവേഴ്സിറ്റി അധ്യാപകരും അക്കാഡമിക്കുകളാണോ എന്ന് ചോദിച്ചാൽ അവർ പഠിപ്പിക്കുന്നുണ്ട്, പലപ്പോഴും ഗവേഷണ പ്രബന്ധങ്ങൾ എഴുതുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് അവരൊക്കെ തന്നെ അക്കാഡമിക്കുകളാണ് എന്ന് പറയാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് ഒരു അക്കാഡമിക് എന്നാൽ എന്താണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വളരെ സുപ്രധാനമാണ്. വൈജ്ഞാനികമായിട്ടുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുന്ന ആരെയും അക്കാഡമിക് എന്ന് വിളിക്കാം. വൈജ്ഞാനിക പ്രവൃത്തിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളെ അത്തരത്തിൽ വൈസ് ചാൻസലർ ആക്കുന്നതിൽ യാതൊരുവിധ തെറ്റുമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. നമ്മുടെ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ചരിത്രവും അതുതന്നെയാണ്. ആദ്യം നമുക്ക് ദേശീയ തലത്തിലുള്ള ചരിത്രങ്ങൾ എടുത്തു നോക്കാം. പ്രധാനമായിട്ട് ആദ്യത്തെ യൂണിവേഴ്സിറ്റി, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാല ഒന്നായിട്ട്, ഗുണനിലവാരമുള്ള സർവകലാശാലയെ അറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയാണ്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആയിരുന്നില്ല. ജി പാർത്ഥസാരഥി ഒരു അംബാസിഡർ ആയിരുന്നു, ഒരു വിദേശ വകുപ്പിന്റെ കീഴിലുള്ള ഒരു അംബാസിഡർ ആയിരുന്നു. മലയാളിയായിട്ടുള്ള KR നാരായണൻ JNUവിന്റെ വൈസ് ചാൻസലർ ആയിരുന്നു. അദ്ദേഹം ഒരു കോളേജ് അധ്യാപകനോ യൂണിവേഴ്സിറ്റി അധ്യാപകനോ ആയിരുന്നില്ല. അദ്ദേഹവും ഒരു ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അതിനുശേഷം അദ്ദേഹം നമ്മുടെ പ്രസിഡന്റായി മാറുകയുണ്ടായി. നമ്മുടെ ഒരു വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഹമീദ് അൻസാരി, അദ്ദേഹവും ഫോറിൻ സർവീസിൽ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം നമ്മുടെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു. വളരെ പുരാതനമായിട്ടുള്ള ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ തന്നെ ശ്രീ സുന്ദർലാൽ ആണ്. അദ്ദേഹം ഒരു പ്രാക്ടീസിങ് ലോയർ ആയിരുന്നു, ഒരു അക്കാഡമീഷ്യൻ ആയിരുന്നില്ല. അക്കാഡമീഷ്യൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂണിവേഴ്സിറ്റിയിലും കോളേജിലും പഠിപ്പിക്കുന്ന ആള് ആയിരുന്നില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ അദ്ദേഹം അക്കാഡമീഷ്യൻ ആയിരുന്നു, പ്രൊഫസർ ആയിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി കേരളത്തിന്റെ കാര്യം എടുത്തു നോക്കാം. നമ്മുടെ മലയാളം സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരായിരുന്നു? ശ്രീ ജയകുമാർ IAS ആയിരുന്നു. നമ്മുടെ കാർഷിക സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ ആരാണ്? അതും ശ്രീ അശോക് കുമാറാണ്, IAS. നമ്മുടെ കാലടി സർവകലാശാലയും വൈസ് ചാൻസലറായിട്ട് IASകാർ ഇരുന്നിട്ടുണ്ട്. ട്രാവൻകൂർ സർവകലാശാല, ഇപ്പോഴത്തെ കേരള സർവകലാശാലയുടെ ആദ്യത്തെ ഫോം ആയിരുന്നല്ലോ ട്രാവൻകൂർ സർവകലാശാല, അതിൻ്റെ ആദ്യത്തെ വൈസ് ചാൻസലർ സർ CP ആയിരുന്നു. അപ്പോൾ നമ്മുടെ സർവകലാശാലകളിലും, എനിക്ക് തോന്നുന്നു കേരളത്തിലും, വൈസ് ചാൻസലർ പോസ്റ്റിലേക്ക് അക്കാദമിക്കുകൾ എന്നുദ്ദേശിച്ചത് യഥാർത്ഥത്തിൽ വൈജ്ഞാനിക പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവർ എന്ന അർത്ഥത്തിൽ തന്നെയാണ്. കോളേജ് അധ്യാപകരെയും യൂണിവേഴ്സിറ്റി അധ്യാപകരെയും മാത്രമല്ല നമ്മൾ വൈസ് ചാൻസലർമാരായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഏതാനും ദേശീയ തലത്തിലുള്ള
നയരൂപീകരണ കമ്മിറ്റികളുടെ കാര്യങ്ങൾ എടുത്തു നോക്കാം. 1968 പോളിസി ഡോക്യുമെന്റ് ഉണ്ടാക്കിയത് ആരെന്ന് നമുക്ക് കൃത്യമായ ഒരു ഉത്തരം ലഭിക്കാനില്ല. അത് ശരിക്കും പറഞ്ഞാൽ മിനിസ്ട്രിയിലെ ഏതാനും അണ്ടർ സെക്രട്ടറിമാരും ഡെപ്യൂട്ടി സെക്രട്ടറിമാരും ഒക്കെയാണ് അതിൽ പ്രധാനമായിട്ട് പങ്കുവച്ചിട്ടുള്ളത്. 1986 പോളിസിയുടെ റിവൈസ്ഡ് ഫോം ആയിട്ടുള്ള 1992 പോളിസി ഓഫ് ആക്ഷൻ തയ്യാറാക്കിയത്, ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പോളിസി ഓഫ് ആക്ഷൻ തയ്യാറാക്കിയത് ആചാര്യ രാമമൂർത്തിയാണ് 1992. ആചാര്യ രാമമൂർത്തി ഒരു കോളേജ് അധ്യാപകനോ യൂണിവേഴ്സിറ്റി അധ്യാപകനോ ആയിരുന്നില്ല. അദ്ദേഹം വിനോദ ഭാവയുടെയും ജയപ്രകാശ് നാരായണന്റെയും ഒക്കെ വലിയ ആരാധകനും അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെട്ട് അവരുടെ സമരങ്ങളിലൊക്കെ സജീവമായി പങ്കെടുത്ത ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ചെയർമാനും ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറോ കോളേജ് പ്രൊഫസറോ ഒന്നും ആയിരുന്നില്ല. കസ്തൂരി രംഗൻ ISROയുടെ മുൻ ചെയർമാനായിരുന്ന ആളാണ്. അപ്പോ യൂണിവേഴ്സിറ്റി തലത്തിലും നയരൂപീകരണ തലങ്ങളിലും കമ്മിറ്റികൾ മറ്റും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട പരിഗണന ഉണ്ടായിട്ടുള്ളത് കോളേജ് പ്രൊഫസർ എന്നുള്ളതല്ല, മറിച്ച് അക്കാഡമിക് എന്നുള്ളത് തന്നെയാണ്. ഇനി നമുക്ക് ചോദിക്കാനുള്ളത് ആരാണ് ഈ കോളേജ് പ്രൊഫസർ അല്ലാത്ത അക്കാഡമിക്കുകൾ എന്നുള്ളതാണ്. ഏറ്റവും നല്ല ഉദാഹരണമാണ് ISROയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ സോംനാഥിനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആക്കാൻ തീരുമാനിക്കുന്നു. നമുക്ക് എതിർപ്പുണ്ടാവാൻ സാധ്യതയുണ്ടോ? അദ്ദേഹം ഒരു പ്രൊഫസർ അല്ല. അല്ലെങ്കിൽ രാജ്യത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഭാഭ ആറ്റമിക് റിസർച്ച് സെന്ററിന്റെ ഡയറക്ടറെ നമുക്ക് ഒരു യൂണിവേഴ്സിറ്റിയുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആക്കാൻ തീരുമാനിക്കുന്നു. അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനിൽ കാക്കോത്കർ ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തെ ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആക്കാൻ വേണ്ടി നമ്മൾ ക്ഷണിച്ചാൽ അതിൽ നമുക്ക് കുറ്റം പറയാൻ സാധിക്കുമോ? ഇവരാരും തന്നെ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അക്കാഡമിക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിയൽ ഇന്റലക്ച്വൽസിനെയാണ്, യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സിനെ അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇത്രയും നാൾ നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലർമാരെല്ലാം തന്നെ പ്രൊഫസർമാരും 10 വർഷം സർവീസുള്ള പ്രൊഫസർമാരും ആയിരുന്നല്ലോ. നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെ കാര്യങ്ങളെല്ലാം കൃത്യമായും മെച്ചമായും മുൻപോട്ട് പോവുകയായിരുന്നെങ്കിൽ, ഏതാണ്ട് സ്വാതന്ത്ര്യം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായല്ലോ, നമ്മൾ എന്തുകൊണ്ട് ഒരു ദേശീയ തലത്തിലുള്ള യൂണിവേഴ്സിറ്റികളായിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റികൾക്ക് മാറാൻ സാധിച്ചില്ല? കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്ക് എല്ലാം കൃത്യമായി ഫോളോ ചെയ്തല്ലേ നമ്മൾ വന്നുകൊണ്ടിരുന്നത്. ഇവിടെ ചോദ്യം ഇതാണ്: ഗവേഷണം, അധ്യാപനം, അതുപോലെ തന്നെ ഒരു അക്കാദമിക സ്ഥാപനത്തിൽ നടക്കേണ്ടുന്ന പ്രവർത്തനങ്ങൾ, അഭിലഷണീയമായ പ്രവർത്തനങ്ങൾ, ഇവയെ കൃത്യമായി ഫെസിലിറ്റേറ്റ് ചെയ്യാൻ സാധിക്കുന്ന, അതിന് ചങ്കുറപ്പുള്ള, അതിന് പ്രോത്സാഹനം നൽകാൻ മനസ്സുള്ള ആരും ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആവുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അത് 10 വർഷം യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്ത് പ്രൊഫസറായാൽ, ഒരു കോളേജിൽ ജോലി ചെയ്ത് പ്രൊഫസറായാൽ മാത്രമേ അക്കാദമിക പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പ്രോത്സാഹനവും ചങ്കുറപ്പും ഒക്കെ അവർക്ക് ഉണ്ടാകൂ എന്ന് നമുക്ക് വിശ്വസിക്കാനും തരമില്ല. അതുകൊണ്ട് ഒരു സെലക്ഷൻ പ്രോസസ്സ് നടത്തുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയെ അതിൻ്റെ പഠന ഗവേഷണ പ്രവർത്തനങ്ങളിൽ അതിനെ മുൻപോട്ട് കൊണ്ടുവരുന്നതിന് കെൽപ്പുള്ള, അതിന് കുറച്ച് ചങ്കുറപ്പ് വേണം, അതിന് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള വലിയ മനസ്സ് വേണം, യുവ അധ്യാപകരെ മുൻപോട്ട് കൊണ്ടുവരുന്നതിനും അവരുടെ ഗവേഷണ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവർക്ക് കൃത്യമായ ഗതി നിർണ്ണയിച്ചു കൊടുക്കുന്നതിനുമുള്ള കഴിവുകൾ ഉണ്ടാവണം. അല്ലെങ്കിൽ യുവ അധ്യാപകരോട് കുശുമ്പുണ്ടായിരിക്കരുത്, മിനിമം. ഗവേഷകരോടും അവരോട് അസൂയോ കുശുമ്പോ ഉള്ളവരായിരിക്കരുത്. ഇത്തരത്തിലുള്ള ഏതാനും നല്ല അക്കാഡമിക്കുകളെ നമ്മൾ കണ്ടെത്തുകയും അവരെ നമ്മുടെ സർവകലാശാലകളിൽ ഏൽപ്പിക്കുകയും ചെയ്താൽ അത് നമ്മുടെ സർവകലാശാലകൾക്കും നമ്മുടെ സംസ്ഥാനത്തിനും നമ്മളുടെ കുട്ടികൾക്കും എല്ലാം തന്നെ, അധ്യാപകർക്കും എല്ലാം തന്നെ ഗുണകരമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരാൾ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അവരെ വൈസ് ചാൻസലർ ആക്കേണ്ടതാണ്. അങ്ങനെ ഒരാൾ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ടെങ്കിൽ അവരെയും നമുക്ക് ക്ഷണിക്കാവുന്നതാണ്. അങ്ങനെ ഒരാൾ വ്യാവസായിക മേഖലയിലുണ്ടെങ്കിൽ അവരെയും നമുക്ക് വൈസ് ചാൻസലർ ആക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ കടലാസ് കമ്പനികളോ അല്ലെങ്കിൽ കടലാസ് സ്ഥാപനങ്ങളുടെയോ സീനിയർ എന്നുള്ള നിലയിൽ ആരെയെങ്കിലും കൊണ്ടുവന്ന്
വൈസ് ചാൻസലർ ആക്കാനുള്ള ഒരു ഉപാധിയും കൂടി ഇത് തുറന്നിടുന്നുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അധ്യാപനം, ഗവേഷണം എന്നീ മേഖലകളെ പരിപോഷിപ്പിക്കുന്ന അക്കാഡമിക്കുകൾ, അത് പ്രൊഫസർ ആയാലും ശരി, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നായാലും ശരി, സയന്റിഫിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നായാലും ശരി, നല്ല വ്യാവസായിക മേഖലയിലെ സർവസമ്മതിയുള്ള വ്യാവസായിക പ്രമുഖരായാലും ശരി, വിദ്യാഭ്യാസവും കഴിവുമുള്ള സർവസമ്മതിയുള്ള വ്യവസായികളായാലും ശരി, നമുക്ക് ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ പാടുള്ളൂ: നമ്മുടെ യൂണിവേഴ്സിറ്റികൾ അവയുടെ പഠന ഗവേഷണ ഉദ്യമങ്ങളിൽ മുൻപോട്ട് പോകണം. ഇതിന് സാധിക്കുന്ന ആരെയും നമുക്കാക്കാം എന്നുള്ളതാണ്. പൂർണ്ണമായ വിദ്യാഭ്യാസ യോഗ്യതയും അടിസ്ഥാന യോഗ്യതയുമുള്ള അധ്യാപകർ, പ്രൊഫസർമാരാണ് ഇപ്പോൾ നമ്മളുടെ വൈസ് ചാൻസലർമാരായിരിക്കുന്നത്. അവിടെ കാര്യങ്ങളെല്ലാം മെച്ചമാണോ എന്നുള്ളതാണ്. പല അധ്യാപകർക്കും വൈസ് ചാൻസലർമാരുടെ അടുത്ത് നിന്ന് പലപ്പോഴും ഗവേഷണ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാവുന്നു. യൂണിവേഴ്സിറ്റിയുടെ ഫയൽ മൂവ്മെന്റ് മെല്ലെപ്പോക്കാവുമ്പോഴുള്ള തടസ്സങ്ങൾ ഉണ്ടാവുന്നു. കൃത്യമായിട്ടുള്ള സപ്പോർട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിക്കാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നു. ഫോറിൻ ട്രാവൽ വരുമ്പോഴും മറ്റും ഉള്ള കൃത്യമായിട്ടുള്ള സപ്പോർട്ട് ലഭിക്കാതിരിക്കുന്നു. ഇങ്ങനെ പല പരാതികളും യുവ അധ്യാപകർ പറയുന്നത് കേട്ടിട്ടുണ്ട് പല യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചും. ഞാൻ കൃത്യമായിട്ടൊരു യൂണിവേഴ്സിറ്റിയുടെയും പേരെടുത്ത് പറയുന്നില്ല. നമുക്ക് വേണ്ടത് ഇവയെ എല്ലാം കൃത്യമായി മനസ്സിലാക്കുകയും പരിഹരിക്കപ്പെടേണ്ടതെല്ലാം കൃത്യമായി പരിഹരിക്കപ്പെടുകയും നമ്മുടെ സർവകലാശാലാ സമ്പ്രദായത്തെ അതിൻ്റെ പേര് ധ്വനിപ്പിക്കുന്നത് പോലെ സർവകലകളുടെയും കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്യുന്ന, നമ്മുടെ സമൂഹം നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന, അവയ്ക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്ന പദ്ധതികൾ, കാഴ്ചപ്പാടുകൾ ഇവയൊക്കെ കൈവശമുള്ള നല്ല ഒരു അക്കാഡമീഷ്യൻ. ഇത് കൈവശമുള്ളവരെ നമുക്ക് അക്കാഡമീഷ്യൻ എന്ന് വിളിക്കാം. അവരെ വൈസ് ചാൻസലർ ആക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നന്ദി.